നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലെ കിങ്സ് കപ്പ് ഓഫ് ചാമ്പ്യൻസിൽ അൽ നസർ അൽ ഇത്തിഹാദിനോട് 2-1 പൊട്ടി എന്ന് മാത്രമല്ല ആ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായി. ഏതായാലും ഈ സീസണിൽ മികച്ച രൂപത്തിൽ കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്ന അൽ നസറിന് ഈ ടൂർണമെൻറ്റിൽ ഒരു സഡൻ ബ്രേക്ക് വീണിരിക്കുകയാണ്. അപ്പോൾ മാധ്യമങ്ങൾ ഇന്നലെ കളിക്ക് ശേഷം ഓർഗെ ഹീസസിനോട് ചോദിച്ചു, ക്രിസ്ത്യാനോ റൊണാൾഡോയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ലേ അടുത്ത കളികളിലൊക്കെ? കാരണം ഇപ്പോൾ കരീം ബെൻസീമയൊക്കെ അൽ ഇത്തിഹാദൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ക്രിസ്ത്യാനോ അങ്ങനെയല്ല, സ്ഥിരമായിട്ട് മുഴുവൻ സമയം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ പ്രായത്തിൽ ഇങ്ങനെ കളിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യമാണ്. CR7 പിൻവലിക്കാൻ കോച്ചിന് ഭയമുണ്ടോ എന്നാണ് യഥാർത്ഥത്തിൽ ചോദ്യത്തിൻ്റെ അർത്ഥം. അദ്ദേഹത്തിൻ്റെ മറുപടി, അൽ ഇത്തിഹാദിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് തീരുമാനിക്കുന്നത് അവരുടെ കോച്ചാണ്. അപ്പോൾ അതും ഞാനും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. പിന്നെ ക്രിസ്ത്യാനോയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ ഞങ്ങൾക്ക് വേണം. അത് ഏരിയൽ ബോൾസിൻ്റെ സമയത്താണെങ്കിൽ, അതുപോലെ തന്നെ സെറ്റ് പീസുകളുടെ സമയത്താണെങ്കിലൊക്കെ CR7 ടീമിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അവസാനം വരെ കളിക്കുന്നത്. ഇപ്പോൾ ഈ കളി തോറ്റതിൽ ഞങ്ങളുടെ പ്രശ്നം ക്രിസ്ത്യാനോ ആയിരുന്നില്ല. അവർ പ്രോബ്ലം ടുഡേ വാസ് നോട്ട് ക്രിസ്ത്യാനോ, മറിച്ച് ടീമിൻ്റെ ക്ഷീണം, ഫാറ്റിഗും എക്സോഷനും ഒക്കെയാണ് ഈ ഒരു തോൽവിക്ക് കാരണമല്ലാതെ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ല എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ കോച്ച് ഓർഗെ ഹീസസ് പറഞ്ഞു വെക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ സീസണിൽ അൽ ഇത്തിഹാദിനെതിരെയുള്ള 3rd മാച്ചായിരുന്നു ഇത്. 2 മത്സരങ്ങൾ ഞങ്ങൾ ജയിച്ചു, 1 കളി തോറ്റു. ഫസ്റ്റ് ഹാഫ് ഓൾമോസ്റ്റ് ഈവൻലി മാച്ച്ഡ് ആയിരുന്നു. ആ റെഡ് കാർഡിന് ശേഷം ഞങ്ങൾ കളി ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ ഞങ്ങൾക്കതിന് സാധിച്ചില്ല. ഓപ്പണൻസ് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു. സോ ഈ സീസണിൽ ഞങ്ങളുടെ ആദ്യത്തെ പരാജയമാണിത്. ആ അർത്ഥത്തിൽ മാത്രമാണ് ഇതിനെ കാണേണ്ടതുള്ളൂ എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ കോച്ച് ഓർഗെ ഹീസസ് പറയുന്നു. അതായത് CR7 ഈ ഒരു കളിയുടെ കാര്യത്തിൽ നിങ്ങളാരും ക്രൂശിക്കേണ്ടതില്ല. CR7 അല്ല ഈ കളി തോൽക്കാനുള്ള കാരണം. പിന്നെ CR7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്തത് അദ്ദേഹത്തെ ടീമിന് ആവശ്യമാണ്. ഏരിയൽ ബോളുകൾ വരുന്ന ഘട്ടത്തിലും സെറ്റ് പീസിൻ്റെ സമയത്തൊക്കെ CR7 സാന്നിധ്യം ആവശ്യമാണ് എന്നതുകൊണ്ടാണ് എന്ന് തന്നെ ഇപ്പോൾ കോച്ച് വിശദീകരിക്കുകയാണ്. എന്നാൽ ക്രിസ്ത്യാനോയുടെ ഒരു പ്രകടനത്തിൻ്റെ കണക്കുകൾ ഈ കളി നോക്കിയാൽ 0 ഗോൾസ്, 0 അസിസ്റ്റ്, 5 ഷോട്ട് ഉതിർത്തിൽ, 1 മാത്രം ഓൺ ടാർഗറ്റ്, 0 ഡ്രിബിളിങ്, ഒരേ ഒരു കീ പാസ്, 3 ഡ്യുവൽസ് വിൻ ചെയ്തു. ഇതാണ് അദ്ദേഹത്തിൻ്റെ കണക്ക്. തീർച്ചയായിട്ടും ഇത് ടീമിനെ വിജയിപ്പിക്കാൻ പോകുന്ന ഒന്നല്ല. കളിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ക്രിസ്ത്യാനോക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സുവ്യക്തമാണ്. CR7 ഒരു റേറ്റിംഗ് sofascore.com കൊടുത്തത് 6.9 ആയിരുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.